ഇന്ന് 26 നവംബർ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തതിന്റെ 75th ആനിവേഴ്സറി ആണ്. 26 നവംബർ 1949 കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്. സോ ഇന്ന് ആദ്യത്തെ ഒരു ന്യൂസ് ഒരു സുപ്രീം കോർട്ട് വേർഡിക്റ്റിനെ പറ്റിയിട്ടാണ്. സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നുള്ള ടേംസ് പ്രിയാമ്പിളിൽ തന്നെ സ്റ്റേ ചെയ്യും എന്നുള്ളൊരു വേർഡിക്റ്റ് ആണ്. നമുക്കറിയാം സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നുള്ള ടേംസ് ഇനീഷ്യലി പ്രിയാമ്പിൾ ഇല്ലായിരുന്നു. ആൻഡ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് സോഷ്യലിസ്റ്റും സെക്യുലറും പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ അതിനെ കണ്ടസ്റ്റ് ചെയ്തുകൊണ്ട് പല കേസസും സുപ്രീം കോർട്ടിലേക്ക് പോയിട്ടുണ്ട്. സോ അതിനുവേണ്ടി അത് അഡ്ജുഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് എന്താണ് ഫർദർ പ്രൊസീഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിൽ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് സോഷ്യലിസ്റ്റ് എന്നൊരു ടേം വന്നു എന്ന് പറഞ്ഞിട്ട് അത് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് പോളിസി അല്ല. ഇറ്റ് ഓൺലി ഇംപ്ലൈസ് ദാറ്റ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെന്ന് മാത്രമേ സോഷ്യലിസ്റ്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ സ്റ്റേറ്റ് എല്ലാം ടേക്ക് ഓവർ ചെയ്യണം എന്നുള്ള ഒരു കൺവെൻഷണൽ സെൻസ് ഓഫ് സോഷ്യലിസം ഈ സോഷ്യലിസ്റ്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് കോർട്ട് പറഞ്ഞു. സോ ഈ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്നുള്ള ടേംസ് നേരത്തെ പ്രിയാമ്പിൾ ഈ വാക്കുകൾ ഇല്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താണ് പ്രിയാമ്പിള് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ആയതുകൊണ്ട് തന്നെ അമെൻഡ് ചെയ്യാൻ പറ്റുമെന്നും കോർട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ശശി തരൂരിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റിൽ ട്രൈസ്, ലെറ്റ് ഇറ്റ് ഷോ ഇന്ത്യ ദ വേ. ഇത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നടന്ന ഡിബേറ്റ്സ്, ഓരോ ആൾക്കാരും ഈ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ആർട്ടിക്കിൾ ആണ്. വായിച്ചു നോക്കാൻ വേണ്ടി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമുക്ക് എസ്സേയിലും ഒക്കെ യൂസ് ചെയ്യാനുള്ള ഐഡിയാസിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ രണ്ട് കോൺസെപ്റ്റ്സ്, ഈ രണ്ട് കോൺസെപ്റ്റ്സ് ശരിക്കും ഇന്ത്യയിൽ റിയലൈസ് ആയിട്ടില്ല എന്നുള്ളതാണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് തന്നെ അംബേദ്കറും ഇതിനെപ്പറ്റി അവെയർ ആയിരുന്നു. സോ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കും. ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊണ്ട് ശരിക്കും നമുക്ക് പൊളിറ്റിക്കൽ ഡെമോക്രസി ആണ് പോസിബിൾ ആവുന്നത്. വൺ മാൻ വൺ വോട്ട് വൺ വാല്യൂ. പക്ഷെ അതേസമയം ഇന്ത്യയിൽ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെമോക്രസി നിലനിൽക്കുന്നില്ല. സോ ഇത് കംപ്ലീറ്റ്ലി റിയലൈസ് ചെയ്യണമെങ്കിൽ, ഇന്ത്യയുടെ ഒരു ആശയത്തെ ഡെമോക്രസിയെ കംപ്ലീറ്റ്ലി റിയലൈസ് ചെയ്യണമെങ്കിൽ പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമല്ല സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെമോക്രസി കൂടി വരണം എന്ന് അംബേദ്കർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സോ അതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് റിസർവേഷൻസിനെ പറ്റിയും ഇക്വാളിറ്റി എങ്ങനെയാണ് റിസർവേഷൻസും തമ്മിലുള്ള ഡൈനാമിക്സും തമ്മിൽ, ഇപ്പൊ റിസർവേഷനെ ശരിക്കും എന്താണ് മണ്ഡൽ കമ്മീഷന്റെ ഒരു ഇമ്പാക്ടോട് റിസർവേഷനെ ശരിക്കും ഒരു റെപ്രസെന്റേഷൻ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ റിസർവേഷൻസ് ഈ കാസ്റ്റ് പൊളിറ്റിക്സ് ഒക്കെ കാരണം പലപ്പോഴും കാസ്റ്റ് ഇന്നും ഒരു ഡിവിസീവ് ഫാക്ടറായിട്ട് നിലനിൽക്കുന്നുണ്ട്. സോ ഇതൊക്കെ പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. പിന്നെ ഫെമിനിസ്റ്റ് ഐഡിയോളജി ഇൻ ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്കോഴ്സ്. അതായത് പൊതുവേ നമ്മൾ കൺട്രീസിനെ കുറിച്ച് പറയുമ്പോൾ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്നുള്ളൊരു ടേം ആണ് ഉപയോഗിക്കാറ്. ഇപ്പൊ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് അമേരിക്ക എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യം പറയുമ്പോഴും ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാറുണ്ട്. സോ അങ്ങനെയല്ല, ഫൗണ്ടിങ് മദേഴ്സിനെ കാണിച്ചിട്ട് മദേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ദാറ്റ് വർ വിമൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആൻഡ് they had fought and pushed across for certain amendments in the constitution. അത് ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവർ റേസ് ചെയ്തിട്ടുള്ള വോയിസും അത് ഷേപ്പ് ചെയ്തതും കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് കുറച്ചുകൂടെ സ്ത്രീകൾക്ക് വേണ്ടി ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി അവർ പുഷ് ചെയ്തത് എന്നുള്ളത് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറച്ച് ഫിഗേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ പലരും ഈ റിലീജിയസ് ഫ്രീഡത്തിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരുപാട് റിലീജിയസ് ഫ്രീഡം കൊടുക്കുമ്പോൾ അത് സ്ത്രീകൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി വാദിച്ചിട്ടുള്ള സ്ത്രീകളുണ്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ. സോ അതിനെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. അഗൈൻ ഇറ്റ്സ് എ നൈസ് റീഡ്, ജസ്റ്റ് വായിക്കാവുന്നതാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്, ഈ രണ്ട് ആർട്ടിക്കിളും വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്. ശരിക്കും നമ്മുടെ NCERT ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെയുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്. ആൻഡ് ആസ് സച്ച് GS2 കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ പ്രീവിയസ് ഇയർ 2023 ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്? ഒരു ലിവിംഗ് ബീയിങ് ആവുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദി എബിലിറ്റി ടു ചേഞ്ച്, ടു ഗ്രോ, ടു അഡാപ്റ്റ്. അത് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രോസൺ ആയിട്ടുള്ള ഓൾട്ടർ ചെയ്യാൻ പറ്റാത്ത ഒരു ഡോക്യുമെന്റ് അല്ല.
നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ശരിക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പയർ ടു സേ US കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു നേച്ചറിന്റെ അമെന്റ്മെന്റിന്റെ കാര്യത്തിൽ പറയുന്നത്. അതായത് ഇറ്റ് ഇസ് ബോത്ത് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ അറ്റ് ദ സെയിം ടൈം. ചില കാര്യങ്ങളിൽ എന്താണ് ഒരു സ്പെഷ്യൽ മെജോറിറ്റി ഒക്കെ വേണം അമെന്റ് ചെയ്യണമെങ്കിൽ, അതല്ലാണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിളും ആണ്, അത്ര റിജിഡ് അല്ല അമെന്റ്മെന്റിന്റെ കാര്യത്തിൽ. സോ സൊസൈറ്റിയുടെ നീഡ്സും ആസ്പിറേഷൻസും മാറുന്നതനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഇവോൾവ് ആവാൻ പറ്റുന്ന ഒരു ഫിനോമിനെയാണ് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിംഗ് ഡോക്യുമെന്റ് ആണ് എന്ന് പറയുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ രണ്ട് രീതിക്ക് നമുക്ക് ഒരു ലിവിംഗ് ഡോക്യുമെന്റ് ആണെന്ന് പറയാം. ഒന്ന് പാർലമെന്ററി അമെന്റ്മെന്റുകളിലൂടെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്തുകൊണ്ട് റിഫ്ലെക്ടിംഗ് ദ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദ ടൈം പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിംഗ് ഡോക്യുമെന്റ് ആക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻസിലോട് കൂടി ഈ സുപ്രീം കോർട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടും കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്കോപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ദാറ്റ് വേ ഓൾസോ ഇറ്റ് ബിക്കംസ് എ ലിവിംഗ് ഡോക്യുമെന്റ്. സോ പാർലമെന്ററി അമെന്റ്മെന്റ്സിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പറയാവുന്ന എക്സാമ്പിൾ ഒന്ന് 52nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് 10th ഷെഡ്യൂൾ കൊണ്ടുവന്ന ആന്റി ഡിഫെക്ഷൻ ലോ കൊണ്ടുവന്ന അമെന്റ്മെന്റ് ആണ്. ആ സമയത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നെസസിറ്റേറ്റ് ചെയ്തിരുന്നു ആ ഒരു അമെന്റ്മെന്റ്. കാരണം ഗവൺമെന്റ് അൺസ്റ്റേബിൾ ആയി മാറുമായിരുന്നു. ബിക്കോസ് ഈ ലെജിസ്ലേറ്റേഴ്സ് എല്ലാം പാർട്ടി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും അലീജൻസ് ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് മണി ആൻഡ് മസിൽ പവറിന് വഴങ്ങി അലീജൻസ് ഷിഫ്റ്റ് ചെയ്ത് ഗവൺമെന്റ് ഒക്കെ അൺസ്റ്റേബിൾ ആയി വീണുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് കുറച്ച് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും പാർലമെന്റ് സ്റ്റെബിലിറ്റി ലെജിസ്ലേറ്റീവിന്റെ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും 52nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ 73rd ആൻഡ് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത അമെന്റ്മെന്റ്. ഈ ഗ്രാസ് റൂട്ട് ലെവൽ ഗവർണൻസ് ഇനിഷ്യലി കോൺസ്റ്റിറ്റ്യൂഷൻ കിടക്കുമ്പോൾ 2 ടയർ ഗവൺമെന്റ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനലി എൻവിഷൻ ചെയ്തിരുന്നത്. പക്ഷെ ഒരു 3rd ടയർ കൂടി ആഡ് ചെയ്തുകൊണ്ട് എന്താണ് കുറച്ചുകൂടി ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസി എത്തിക്കാനുള്ള ഒരു മൂവ് എന്നോണം പാർലമെന്ററി അമെന്റ്മെന്റ് നടത്തിയതായിരുന്നു 73rd ആൻഡ് 74th. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് 106th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വിമന്റെ റെപ്രസെന്റേഷൻ ഇൻ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ്. സോ ഇത് എന്താണ് ഗ്രേറ്റർ റെപ്രസെന്റേഷൻ ഫോർ വുമൻ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂവ് എന്ന നിലയ്ക്ക് ഇതും നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാവുന്നതാണ്. ആൻഡ് ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കേശവാനന്ദ ഭാരതി കേസ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. കേശവാനന്ദ ഭാരതി കേസിലൂടെയാണ് ഒരു ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ കൊണ്ടുവന്നത്. അത് കോൺസ്റ്റിറ്റ്യൂഷന് തന്നെ ഒരു ജുഡീഷ്യൽ ഇന്നോവേഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷന് തന്നെ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ കോൺസെപ്റ്റ് ആയിരുന്നു ഇത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടെന്നും പാർലമെന്റിന്റെ അമെൻഡിങ് പവർ ഈ ബേസിക് സ്ട്രക്ചറിലേക്ക് എന്താണ് ലിമിറ്റഡ് ആണെന്നുള്ളതും ഈ ബേസിക് സ്ട്രക്ചറിനെ ഓൾട്ടർ ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല എന്നുള്ള ഒരു ജുഡീഷ്യൽ ഇന്നോവേഷൻ കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാണ് ഉണ്ടായത്. സോ അഗൈൻ എക്സാമ്പിൾ ഓഫ് ഹൗ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് എ ലിവിംഗ് ഡോക്യുമെന്റ്. പിന്നെ മേനകാ ഗാന്ധി കേസ് ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇനീഷ്യലി ഉണ്ടായിരുന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആയിരുന്നു. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞാൽ ലോയില് ഇപ്പൊ പറയാണ്, ലോ പ്രകാരം പറയാണ് ഒരാളുടെ ജീവൻ എടുക്കാം ത്രൂ ദിസ് പ്രോസസ്. ആ പ്രൊസീജിയർ ശരിയാണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ആ ലോ എന്താണ് ലോ അപ്ലൈ ചെയ്തത് ശരിയാണോ അല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത്. പക്ഷെ ആ ലോ ഫെയർ ആണോ എന്ന് ചോദിച്ചാൽ അത് നോക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഒരാളുടെ ജീവൻ എടുക്കാം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ, ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. അപ്പൊ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്ന അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആയിരുന്നു. അതിനെ മേനകാ ഗാന്ധി കേസിലാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഈ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ വഴി കൊണ്ടുവന്നത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് രഞ്ജിത് സിംഗ് കേസ് 2024 ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇഫക്ട്സിൽ നിന്ന് ഫ്രീ ആവുക എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അത് എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്ന ഒരു മൂവ് ആണ്. സോ അഗൈൻ ക്ലൈമറ്റ് ചേഞ്ച് ഒരു റേജിംഗ് നീഡാണ്, ഇറ്റ് നീഡ് ഓഫ് പ്രസന്റ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിനെ അഡ്രസ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷനിലോട് കൂടി എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തൊരു മൂവ് ആണ്. സോ റൈറ്റ് ടു ബി ഫ്രീ ഫ്രം അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നത് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇത് 2023 GS2 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The Constitution of India is a living instrument with capabilities of enormous dynamism. It is a constitution made for a progressive society. Illustrate with special reference to expanding horizon of right to life and personal liberty. Article 21 ന്റെ സ്കോപ്പ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിംഗ് ഇൻസ്ട്രുമെന്റ് ആയി മാറുന്നതെന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ദ കോൺസെപ്റ്റ് ഇസ് സെയിം, കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്.
സോ ക്ലൈമറ്റ് ടോക്സിന് ശേഷം നേഷൻസ് ഗ്യാദർ ടു അയൺ ഔട്ട് ദ ട്രീറ്റി ടു കർബ് പ്ലാസ്റ്റിക്സ്. ഈ ക്ലൈമറ്റ് ടോക്സ് COP29 ശേഷം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ കീഴിൽ നേഷൻസ് ഡിസംബർ 1 എല്ലാവരും മീറ്റ് ചെയ്യാൻ പോവാണ്. പ്ലാസ്റ്റിക്സ് കർബ് ചെയ്യാൻ, പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കാനും ഗ്രാജുവലി പ്ലാസ്റ്റിക്സ് പ്രൊഡക്ഷൻ നടത്തുന്നതും യൂസും ഒക്കെ കുറച്ച് ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ബൈൻഡിങ് ട്രീറ്റി ഉണ്ടാക്കണം എന്നുള്ള എയിമോട് കൂടി നേഷൻസ് മീറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മളിപ്പോ പ്രിലിംസ് പെർസ്പെക്റ്റീവ് ആണെങ്കിലും മെയിൻസ് പെർസ്പെക്റ്റീവ് ആണെങ്കിലും നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഒക്കെ ബാൻഡ് ആണ് ഇന്ത്യയിൽ. സോ അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് എന്താണെന്ന് നമ്മൾ നോക്കി വെക്കണം. COP29 കഴിഞ്ഞു, അസർബൈജാനിലെ ബാക്കുവിലായിരുന്നു. സോ COP29 ഔട്ട്കംസ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിന് അത്ര ഫേവറബിൾ ആയിരുന്നില്ല. ഡെവലപ്ഡ് കൺട്രീസിന് പക്ഷെ കുറച്ചുകൂടി ഫേവറബിൾ ആയിരുന്നു. നമ്മൾ ഡിമാൻഡ് ചെയ്തിരുന്നത് കുറച്ചുകൂടി ക്ലൈമറ്റ് ഫൈനാൻസിങ് ഡെവലപ്ഡ് കൺട്രീസ് ചെയ്യണം എന്നായിരുന്നു. പക്ഷെ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഡിമാൻഡ് അത്രയും മീറ്റ് ചെയ്തിട്ടില്ല. ഒരു 300 ബില്യൺ ആനുവലി, നേരത്തെ 100 ബില്യൺ ആനുവലി ഡെവലപ്ഡ് കൺട്രീസ് റേസ് ചെയ്യണം എന്നായിരുന്നു. ഡെവലപ്പിംഗ് കൺട്രീസിലെ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷനും അഡാപ്റ്റേഷനും വേണ്ടിയിട്ടുള്ള പ്രോജക്ട്സ് ഫൈനാൻസ് ചെയ്യാനായിട്ട്, ക്ലൈമറ്റ് ഫൈനാൻസിങ്ങിന് വേണ്ടിയിട്ട് ഡെവലപ്ഡ് നേഷൻസ് 100 ബില്യൺ ആയിരുന്നു ഇത്രയും നാൾ റേസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ 300 ബില്യൺ ആനുവലി എന്ന് പറഞ്ഞ രീതിക്ക് ആക്കിയിട്ടുണ്ട്. സോ ഇത് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം അല്ല. ഇൻഫാക്ട് ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടും എന്താണ് ഡെവലപ്പിംഗ് കൺട്രീസിന് ഈ ഫോസൽ ഫ്യൂൽസ് എന്നൊക്കെയുള്ള സ്വിച്ച് നടത്താൻ ഈ ഫൈനാൻസിങ് പോരാ എന്നുള്ളൊരു നിലപാടാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞിട്ടുള്ളത്. സോ അടൽ ഇന്നൊവേഷൻ മിഷനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അതിന്റെ സെക്കൻഡ് ഫേസ്, നെക്സ്റ്റ് ഫേസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ക്യാബിനറ്റ്. നീതി ആയോഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് സ്കീമാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. ഇറ്റ്സ് എ ഫ്ലാഗ്ഷിപ്പ് ഇനിഷ്യേറ്റീവ് ടു ക്രിയേറ്റ് ആൻഡ് പ്രൊമോട്ട് എ കൾച്ചർ ഓഫ് ഇന്നൊവേഷൻ ആൻഡ് ഓൺടർപ്രീനർഷിപ്പ് അക്രോസ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ കൺട്രി. ഇന്നൊവേഷൻ ഫോസ്റ്റർ ചെയ്യുക, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഫോസ്റ്റർ ചെയ്യുക, അതിനുള്ള എന്താ പറയുക, അതിൽ കൂടെ സ്റ്റാർട്ടപ്സിനെയൊക്കെ ഉണ്ടാക്കാനുള്ളൊരു കണ്ടീസീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ എയിം ചെയ്തിട്ടുള്ള ഒരു മിഷനാണ് അടൽ ഇന്നൊവേഷൻ മിഷൻ. ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് നീതി ആയോഗ് ആണ്. സോ ഇതിന്റെ കീഴിൽ അടൽ ടിങ്കറിംഗ് ലാബ്സ്, ഇപ്പൊ സ്കൂൾസിലൊക്കെ സ്പെഷ്യലൈസ്ഡ് സയൻസ് ലാബ്സ് ഒക്കെ സെറ്റപ്പ് ചെയ്യുക, അടൽ ടിങ്കറിംഗ് ലാബ്സ്, അടൽ ഇൻക്യുബേഷൻ സെന്റേഴ്സ്, സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടുള്ള ഇൻക്യുബേഷൻ സെന്റേഴ്സ്, അടൽ ന്യൂ ഇന്ത്യ ചാലഞ്ച്, മെന്റർ ഓഫ് ചേഞ്ച് പ്രോഗ്രാം, അടൽ കമ്മ്യൂണിറ്റി ഇന്നോവേഷൻ സെന്റർ, അടൽ റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്, ഇങ്ങനത്തെ പല കമ്പോണൻസും ഇതിന്റെ കീഴിലുണ്ട്. ഇതിന്റെ ഇംപ്ലിമെന്റേഷനും ഓവറോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, റെഗുലറായിട്ട് ഇതിനെ പറ്റി റിപ്പോർട്ടൊക്കെ ചെയ്യുന്നത് നീതി ആയോഗാണ്. സോ ഭൂട്ടാൻ ഒരു ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ്സ് അലയൻസിന്റെ ഗ്ലോബൽ കോൺഫറൻസ് ഡൽഹി വെച്ച് നടക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു. സോ ഇന്ത്യയുടെ കോർപ്പറേഷനോട് കൂടി ഭൂട്ടാനില് ഒരു ഗെലഫു സിറ്റി പ്രോജക്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. ഒരു സീറോ കാർബൺ സിറ്റി ആണത്. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ന്യൂസ് ആണ്. എന്താണ് ഗെലഫു മൈൻഡ്ഫുൾനെസ് സിറ്റി പ്രോജക്ട്? സോ ഭൂട്ടാനിലെ ലാർജസ്റ്റ് കോഓപ്പറേറ്റീവ് പ്രോജക്റ്റ് ആണെന്നാണ് ഭൂട്ടാനിലെ പ്രൈം മിനിസ്റ്റർ ഷെറിംഗ് ടോബ്ഗെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു 2500 സ്ക്വയർ കിലോമീറ്റർ വരുന്ന സിറ്റിയാണ്. ആൻഡ് ഇറ്റ് എയിംസ് ടു ബി എ സീറോ കാർബൺ സിറ്റി. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സീറോ കാർബൺ സിറ്റി, ഒരു പ്ലാൻഡ് സിറ്റി ആയിട്ടാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. സോ ഇത് ഭൂട്ടാന്റെ ഒരു എക്കണോമിക് ഹബ്ബായിട്ട് ഗൾഫിനെ മാറ്റാൻ എയിം ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ആസാം ബോർഡറിന് അടുത്തായിട്ട് വരും ഈ സിറ്റി. അപ്പൊ നമുക്ക് ഇന്ത്യക്ക് കുറച്ചുകൂടി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ആൻഡ് ദ സിറ്റി വിൽ ഹാവ് നോൺ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ്. സീറോ കാർബൺ സിറ്റിയാണ്. സോ നോൺ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് ലൈക്ക് IT, education, hospitality, healthcare, etc. It's inspired from other planned cities like Saudi Arabia's NEOM, Indonesia's Nusantara, and urban models like Hong Kong and Singapore. പിന്നെ എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് ടൂറിസം ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഭൂട്ടാന്റെ എബിലിറ്റി ടു അട്രാക്ട് മോർ ടൂറിസ്റ്റ് അത് എൻഹാൻസ് ചെയ്യാൻ പറ്റും. എയർപോർട്ട് അപ്ഗ്രേഡ്, ഈ ഗൾഫിലെ എയർപോർട്ടിനെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ഗൾഫ്. ആൻഡ് മാപ്പില് ഇത് സിക്കിം, ഇവിടെ ഭൂട്ടാൻ ഉണ്ട്, ഇവിടെയാണ് ഗൾഫ്. നമ്മുടെ ആസാം, ഇവിടെ താഴെ ആസാമാണ്. അസാമിന്റെ ബോർഡറിനോട് അടുത്തുള്ള ഒരു സിറ്റിയാണ് ഗൾഫ്. പിന്നെ നമ്മൾ വേറൊരു സ്ഥലം കൂടി മാപ്പിൽ ഉള്ളതുകൊണ്ട് പറയുന്നതാണ് ഡോക്ലം. ഡോക്ലമിൽ ഒരു സ്റ്റാൻഡ് ഓഫ് ഉണ്ടായിരുന്നു
ചൈനീസ് ആൻഡ് ഇന്ത്യൻ ഫോഴ്സസ് തമ്മിൽ. ഡോക്ലം എന്ന് പറയുന്നത് ഇന്ത്യ, ചൈന, ഭൂട്ടാൻ ട്രൈ ജംഗ്ഷനിലുള്ള സ്ഥലമാണ്, ഭൂട്ടാന്റെ കീഴിലുള്ള ഒരു സ്ഥലമാണ്. ചൈനീസ് ട്രൂപ്സ് അങ്ങോട്ടേക്ക് അടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ ട്രൂപ്സ് അവിടെ സ്റ്റേഷൻ ചെയ്തു ടു വാർഡ് ഓഫ് ദി ചൈനീസ് ട്രൂപ്സ്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഇവിടെ അടുത്തുള്ള നോർത്ത് ഈസ്റ്റിലേക്കുള്ള ആക്സസ് കിട്ടുന്ന ചിക്കൻ നെക്ക് കോറിഡോർ ഇവിടെ വളരെ അടുത്താണ്. ചിക്കൻ നെക്ക് കോറിഡോറിലേക്ക് ചൈനയ്ക്ക് ആക്സസ് കിട്ടിയാൽ അത് അവരുടെ ചോക്ക് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്ത് എന്താണ് ഇന്ത്യക്ക് നോർത്ത് ഈസ്റ്റിലോട്ടുള്ള ആക്സസ് കട്ട് ഓഫ് ചെയ്യാൻ അത് കാരണമായേക്കാം. സിൻസ് ഇറ്റ്സ് എ സ്ട്രാറ്റജിക് പോയിന്റ്. അതുകൊണ്ടായിരുന്നു ഇന്ത്യ അങ്ങനെ ചെയ്തത്. സോ ഗലഫു എന്ന് പറയുന്നത് ഇവിടെയാണ്. ദാറ്റ്സ് ഡോക്ലം ഹിയർ. നേരത്തെ പറഞ്ഞു ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസിന്റെ ഗ്ലോബൽ കോൺഫറൻസിന്റെ ഭാഗമായിട്ടായിരുന്നു ഇതുണ്ടായിരുന്നത്. സോ ഇത് ഈ ഭൂട്ടാനിലെ പ്രൈം മിനിസ്റ്റർ നടത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, ഇതൊരു ഗ്ലോബൽ NGO ആണ്. ഇതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് 1895 ഫസ്റ്റ് കോഓപ്പറേറ്റീവ് കോൺഗ്രസ് ഇത് നടന്നത് ലണ്ടനിലായിരുന്നു. ആൻഡ് ഇറ്റ്സ് അമംഗ് ദി ഓൾഡസ്റ്റ് NGOs ആൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് കോഓപ്പറേറ്റീവ്സ്. നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഒരു ഗ്ലോബൽ NGO ആണ്. It represents over 1 billion cooperative members in 105 countries. So ഇതിന്റെ മിഷൻ എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവുകളെ ഗ്ലോബലി ഒന്നിപ്പിക്കുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, മെമ്പർ ഓർഗനൈസേഷൻസിനെ സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബ്രസൽസിലാണ്, ബെൽജിയം. റെഗുലർ ആയിട്ട് ഇവർ സമ്മിറ്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാറുണ്ട്. ഇവരുടെ ആദ്യത്തെ ഗ്ലോബൽ കോൺഫറൻസ് ആണ് ആൻഡ് ഫസ്റ്റ് ടൈം ആണ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നതും. ആൻഡ് ഇവരുടെ 130 year ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഈ പറയുന്ന കോൺഫറൻസ് നടക്കുന്നതും. സോ Commission for Air Quality Management eases norms for Delhi schools and colleges after Supreme Court order permits hybrid mode. നേരത്തെ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ഫേസ് 4 ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹി പൊല്യൂഷൻ വളരെ സിവിയർ ആയ ഒരു കോണ്ടെക്സ്റ്റില്. സോ അതിന്റെ ഭാഗമായിട്ട് സ്കൂൾസ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ നോംസ് കുറച്ച് റിലാക്സ് ചെയ്തു ഈ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ്. Again, Commission for Air Quality Management is a statutory body. Delhi NCR, National Capital Region, ഡൽഹിയുടെ ചുറ്റുമുള്ള നാഷണൽ ക്യാപിറ്റൽ റീജിയനിലെ എയർ പൊല്യൂഷൻ കർബ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് CAQM. സോ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, സുപ്രീം കോർട്ട് പറയുന്നത് വരെ റിലാക്സേഷൻസ് ഒന്നും കൊണ്ടുവരരുതെന്ന്. ഇപ്പൊ ക്ലാസ്സസ് ഹൈബ്രിഡ് മോഡിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് ആണ്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ന്യൂസ്. താങ്ക് യു.